സൈക്ലിക്കലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ സിനിമയിൽ നിന്നൊരു മാറ്റം ആദ്യമായിട്ട് സിനിമയിൽ ഉണ്ടായത് 70s-ലും 80s-ലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈക്ലിക്കൽ റിപ്പീറ്റേഷനാണ് ശരിക്കും ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. അന്ന് പിന്നെ ആർട്ട് സിനിമ അല്ലെങ്കിൽ സമാന്തര സിനിമ എന്നുള്ള രീതിയിലായിരുന്നു അതിന് പേര്. നല്ല സിനിമ തന്നെയാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത്. ആ നല്ല സിനിമകളാണ് അന്ന് നിലനിന്നിട്ടുള്ളൂ. കുറേ സിനിമകൾ വരികയും നമ്മൾ ആർട്ട് സിനിമയുടെ പിന്നാലെ പല പ്രേക്ഷകരും പോവുകയും ആർട്ട് സിനിമക്കാർ വഴിയിൽ വെച്ചിട്ട് പ്രേക്ഷകരെ ഉപേക്ഷിച്ചിട്ട് കള്ളനാണയങ്ങളായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു അന്ന്. എന്നുവെച്ചാൽ ഇന്ന് ന്യൂ ജനറേഷൻ എന്ന സിനിമയുടെ പേരിൽ പോലും ചില വ്യത്യസ്തത ഭാവിച്ചിട്ടുള്ള ചില ശ്രമങ്ങളും അത് വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം എത്തുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാസ് മീഡിയയാണ്. ആ മാസ് മീഡിയനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പ്രമേയവും പ്രതിപാദന രീതിയും അല്ലെങ്കിൽ ആ ആളുകളെ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു മാസ് മീഡിയ എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമകൾ പ്രമേയത്തിലും അല്ലെങ്കിൽ അവതരണത്തിലൊക്കെ അതിന് വളരെയധികം ശ്രദ്ധ അല്ലെങ്കിൽ അവധാനത അല്ലെങ്കിൽ കഠിനാധ്വാനമുള്ള സിനിമകൾ മാത്രമാണ് ന്യൂ ജനറേഷൻ്റെ പേരിൽ വന്നാലും ഏത് ജനറേഷൻ്റെ പേരിൽ വന്നാലും വിജയിക്കുന്നുള്ളൂ. 10-9 സിനിമകളിൽ ഒരു 5-6 സിനിമകൾ മാത്രമേ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള പേരിൽ, പക്ഷേ ആ സിനിമകൾക്ക് അങ്ങനെ ഒരു ലേബലില്ലെങ്കിൽ പോലും നിലനിൽക്കുന്ന സിനിമകളാണത്. തീർച്ചയായും, കാരണം മാസ് ആയിട്ടുള്ള പ്രേക്ഷകർ ഈ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന സിനിമകളെ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംവിധായകർ അല്ലെങ്കിൽ അതിൽ മാത്രം അഭിനയിക്കുന്ന ആളുകളെ അവരുടെ ഒരു സ്വയം പ്രകാശനം നടക്കുന്നുണ്ട്. കാരണം അവരുദ്ദേശിച്ച സിനിമകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ ഒരു പറ്റം ആളുകളുടെ കയ്യടി അവർക്ക് കിട്ടുന്നുണ്ട്, അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ കുടുംബ പ്രേക്ഷകർ ആദ്യമേ വിളിച്ചന്വേഷിച്ചിട്ട് ഈ സിനിമ കുട്ടികളെയും കൊണ്ട് കാണാൻ പറ്റുമോ, മ്യൂട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് സിനിമ. എപ്പോഴും നമ്മുടെ മാസ് ആയിട്ടുള്ള പ്രേക്ഷക സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരവും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കുറേയൊക്കെ സദാചാരമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന പ്രേക്ഷകർ തന്നെയാണല്ലോ കേരളത്തിലുള്ളത്. അത്രയും മോശമായിട്ടില്ല. അപ്പോൾ ആ പ്രേക്ഷകരെ ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ള വഴിതെറ്റിക്കൽ മാത്രമേ പോസിബിളായിട്ടുള്ളൂ. മാസ് സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന സദാചാര മൂല്യങ്ങളും സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉള്ള സിനിമകൾ മാത്രമാണ് ഒരു മാസ് സിനിമയാവുള്ളൂ. ഇപ്പോൾ ഞാൻ അറബിക്കഥ എന്നുള്ള സിനിമ ഒരു രാഷ്ട്രീയ പ്രമേയം കൈകാര്യം ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ സത്യേട്ടനും അതേപോലെ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയ പ്രമേയം കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമ. പക്ഷെ നമ്മളിതിൽ രാഷ്ട്രീയമല്ല ഈ സിനിമയിൽ പറയുന്നത്. ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഒരു സെറ്റയർ പറയാനൊന്നും അല്ല ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ക്യാരക്ടറൈസേഷൻ മാത്രമേ നമ്മൾ രാഷ്ട്രീയത്തിൽ ഊന്നിയിട്ട് ഈ സിനിമയിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അറബിക്കഥയിൽ നമ്മൾ കമ്മ്യൂണിസവും പ്രവാസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റി. അതേപോലെ തന്നെ രാഷ്ട്രീയവും ഒരു റിലേഷൻഷിപ്പും കൊണ്ടുപോകാൻ ഈ സിനിമയിൽ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു പ്രൊഫഷനിൽ വളരെ ആക്റ്റീവായിട്ട് ഞാൻ ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് ഉപജീവനം അതുകൊണ്ട് നടക്കുന്നുണ്ട്. സിനിമ എനിക്കൊരു പാഷനാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊഫഷനുമാണ്, പക്ഷേ അതേസമയം തന്നെ ചൂസ് ചെയ്യാവാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എനിക്ക് മറ്റേ പ്രൊഫഷൻ എനിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാവധാനം ചെയ്യാനും പിന്നെ അത്രേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം മറ്റേ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിൽ സജീവമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടും ഈ പ്രൊഫഷനിലേക്ക് നമുക്ക് വർഷത്തിലൊരു സിനിമ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഞാൻ ആദ്യം മുതലേ വായിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരാളായിരുന്നു. എൻ്റെ ഫാദറും ബ്രദറും ഒക്കെ വായനാശീലമുള്ള ആൾക്കാരായിരുന്നു. ഒരു 12th സ്റ്റാൻഡേർഡിന് മുമ്പ് അന്ന് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പിൻബലമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എറണാകുളത്ത് ഞാൻ ഹോസ്റ്റലിലിരുന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് കമൽ സാറിനെ എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയി കാണിക്കുകയും ആ സ്ക്രിപ്റ്റ് വായിച്ച് അദ്ദേഹം എന്നിലെ ഒരു റൈറ്ററെ തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെയൊക്കെ
തിരക്കഥ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ തുടക്കം ഉണ്ടായത്. അല്ല, ഏറ്റവും കൂടുതൽ പ്രകാശനം കൂടുതൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ മാസ് മീഡിയ എന്നുള്ള ഒരു അട്രാക്ഷൻ തന്നെ ആയിരിക്കും പ്രധാന കാര്യം. എല്ലാ എഴുത്തുകാരുടെ മനസ്സിൽ വളരെ നന്നായിട്ട് എഴുതുന്ന റൈറ്റേഴ്സിൻ്റെ, ലിറ്ററേച്ചർ എഴുതുന്ന റൈറ്റേഴ്സിൻ്റെ മനസ്സിൽ സിനിമയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ചിലർ മാത്രം അത് ശ്രമിക്കുകയും ചിലർ മാത്രം അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ മേഖലയിലും വിജയിച്ചിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എം ടി സാറിനെയും പത്മരാജൻ സാറിനെയൊക്കെ പോലെയുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷെ ഒരു മാസ് മീഡിയ എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസും സിനിമയിൽ അത് പ്രതിഫലിപ്പിക്കാൻ വളരെ പാടാണ്. കാരണം ആ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ നിന്ന് മൊത്തം കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജേർണലിസവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി പോകും. അപ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര തീവ്രമാണ്. സിനിമയിൽ കാണിച്ചാൽ ചിലപ്പോൾ വിശ്വസിക്കാത്ത രീതിയിൽ പോലും തീവ്രമായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷേ സിനിമയുടെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കഥയും അല്ലെങ്കിൽ പ്രമേയങ്ങളും മാത്രമാണ് സിനിമയിൽ എടുത്താൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഓരോ ഇഷ്യൂവും നമുക്ക് ഓരോ ദിവസവും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും അത് സിനിമ ആയി വന്നോളണമെന്നില്ല, ചിലപ്പോൾ വരാം. അത് സംഭവിക്കുന്ന കാര്യമാണ്.